സ്വപ്ന സാക്ഷാത്കാരമായിട്ടുള്ള പാർഷയുടെ ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ധ്യാൻ ചേട്ടനാണ് ഈ ഒരു ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഫംഗ്ഷൻ പാർഷയുടെ ഈ ഒരു ഔട്ട്ലെറ്റ് നമുക്കായിട്ട് ഇനോഗ്രേറ്റ് ചെയ്ത് തരാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ധ്യാൻ ചേട്ടന്റെ സിനിമകളൊക്കെ ഏറെ ആസ്വദിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അതോടൊപ്പം തന്നെ ചേട്ടന്റെ ഇന്റർവ്യൂസും അതോടൊപ്പം തന്നെ ചേട്ടന്റെ കഥകളും ഏറെ ഹിറ്റാണ്. അതോടൊപ്പം തന്നെ നമുക്കും അതുപോലെ തന്നെ ഒരു ഫ്യൂ വേർഡ്സ് നമുക്ക് വേണ്ടിയിട്ട് ഭാഷയുടെ ഇനോഗ്രേഷൻ അനുബന്ധിച്ച് തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ധ്യാൻ ചേട്ടനോട് 2 വാക്ക് സംസാരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഹലോ, നമസ്കാരം. കാണുന്നതാണ് എന്റെ ഫ്ലാറ്റ്. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. പാർവതി എന്നെ വിളിച്ചപ്പോ ഇവരെനിക്കൊന്ന് ഈ ഒരു കട ഉദ്ഘാടനം അല്ലെങ്കിൽ കട വെച്ചു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ആരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് ആലോചിച്ചപ്പോ തൊട്ടടുത്ത് ആരുണ്ട്, വെറുതെ ഇരിക്കുന്ന ആരുണ്ടെന്ന് ആലോചിച്ചപ്പോ എന്നെ വിളിച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. കാരണം നമ്മൾ സാധാരണ എറണാകുളത്ത് വന്ന കുറെ പേരുണ്ട് അല്ലേ. അപ്പോ ട്രാവൽ അലവൻസ് ഇല്ല, ചെലവില്ല, ഇവിടുന്ന് വരുന്ന പെട്രോൾ കാശ് എല്ലാം പാർവതി ലാഭിച്ചു. അതിൽ തന്നെ പാർവതി ഒരു മികച്ച ബിസിനസ്സുകാരിയാണ്. നമുക്ക് ഇത് വലിയ ഉദാഹരണമാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കാലെടുത്ത് വെച്ചാൽ ഈ കടയെത്തി. എന്തായാലും പാർവതിയുടെ ഈ ആദ്യ സംരംഭത്തിന് ആദ്യ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ നമ്മളെ എല്ലാ മുക്കിലും മൂലയിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ എൻ്റെ ഒരു ഫ്രണ്ട് സുഹൃത്തിനോട് ഞാൻ പുതിയതായിട്ട് തന്നെ ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞപ്പോൾ ഒരു പുതിയൊരു ഐഡിയ ഉണ്ട്. എന്താണെന്ന് വെച്ചപ്പോൾ ഒരു ബൊട്ടീക്ക് തുടങ്ങിയാലോ എന്ന് പറയും. കാരണം മുക്കിന് മൂലയിൽ ഉള്ള ഒരു സാധനമാണ് ഈ ബൊട്ടീക്ക്. അപ്പോൾ അങ്ങനെ ഒരു സാധനം പാർവതി തുടങ്ങണമെങ്കിൽ വെറുതെ ഒന്നും കണ്ട് പാർവതി ഇങ്ങനെ ഒരു സാധനം തുടങ്ങില്ല എന്നുള്ളൊരു ഇത് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എന്തായാലും ഇതിന്റെ പുറകിൽ ഒരു വലിയ ചിന്തയും ആലോചനയും ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. പാർവതിയുടെ ബിസിനസ്സുകാരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെലവുകൾക്കിന്റെ ഭാഗമായി ഈ ഉദ്ഘാടനം വലിയൊരു ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യെസ് ആണല്ലേ, ഓക്കെ. അപ്പോൾ പഠിച്ച 2 ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. എല്ലാവരും ആശംസകൾ. അതൊന്നുമല്ല, സ്റ്റേജില്ലായിരുന്നു, സ്റ്റേജ് പൊളിച്ചു മാറ്റുക അല്ലേ. ഓക്കെ, നമ്മളോട്ട് പോവാം. അവിടെ എല്ലാം ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെയൊക്കെയാണ് ഇവര് നിൽക്കുന്നിടത്താണ്. അപ്പൊ ധ്യാൻ ചേട്ടൻ ഈ പാർഷയുടെ ധ്യാൻ ചേട്ടന്റെ സിനിമകൾ പോലെ മൊത്തമായിട്ട് ചേട്ടനൊന്ന് കാണാം, ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണാം. ചേട്ടാ മേടിച്ച ഒന്നും സൈഡ് ബാക്കിൽ ഒരു സൈഡിലേക്കോ നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് ദേവികയാണ് ഫസ്റ്റ് സജസ്റ്റ് ചെയ്തത്. ധ്യാൻ ചെയ്യാനായിരിക്കും ചോദിച്ചു ആണോ വൈഫിനെ മീറ്റ് ശരൺ ശരൺ. ഇവിടെ ഏത് പീസ് എടുത്താലും എല്ലാത്തിനും 10% ഡിസ്കൗണ്ട്. ധ്യാൻ ചെയ്യണ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അതുകൊണ്ട് 20% കൂട്ടിയിട്ടുണ്ട്. എന്റെ നിഷ്കളങ്കമായ ഹൃദയത്തിലൂടെ വന്നത് ചോദിച്ചപ്പോ പൂക്കെല്ലാം വില കൂടിയ സാധനമാണല്ലോ എനിക്ക് കൊടുക്കണ്ടേ ഞാൻ? എനിക്കല്ലോ
താങ്ക് യു ചേട്ടാ. ധ്യാൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഐശ്വര്യമായിട്ട് പിന്നെ കിട്ടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ പൈസ വാങ്ങിക്കുന്നത് അതെ, അത് പക്ഷെ ഉള്ള കാര്യമാണല്ലോ. താങ്ക് യു. പോട്ടെ. അല്ല, ഇതിനിടെ ചായ കുടിക്കാനുണ്ടോ? എന്റെ വീട് തൊട്ടപ്പുറത്ത് വന്ന ചായ എല്ലാവർക്കും എന്നാ നമുക്ക് എല്ലാവരും കൂടെ പോവായിരുന്നു. അല്ലടാ ഇവിടെ ആർട്ടൊക്കെ നമ്മുടെ മലയാളി ആ പോവാ. ഇവിടെ വീടും വെച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്ന കാര്യം എന്താണ്?